വീണ്ടും തൃശൂർ പൂരം എത്തുകയാണ്. കഴിഞ്ഞ തവണത്തെ പൂരം കലക്കലിന്റെ കനലുകൾ അടങ്ങിയിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് CPI-യും CPM-ഉം വീണ്ടും കൊമ്പുകോർക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനെതിരെ പൂരത്തിന്റെ നാട്ടിലെ മന്ത്രി നൽകിയിരിക്കുകയാണ് ഒരു മൊഴി. അതായത് തൃശൂർ പൂരം കലക്കലിൽ ADGP MR അജിത് കുമാറിനെതിരെ മന്ത്രി K രാജന്റെ മൊഴി നൽകിയത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചെകിട്ടത്തേറ്റ പ്രഹരമായി മാറിയിരിക്കുകയാണ്. പൂരം തടസ്സപ്പെട്ട സമയത്ത് പലതവണ ഫോണിൽ വിളിച്ചിട്ടും അതിൻ്റെ ഒരു ഉത്തരവാദിയായ MR അജിത് കുമാറിനെ ഫോണിൽ കിട്ടിയില്ല എന്ന മന്ത്രിയുടെ മൊഴിയിലൂടെ അദ്ദേഹം മനഃപൂർവ്വം ഫോൺ എടുക്കാത്തതും പൂരം കലക്കാനുള്ള സഹായം ചെയ്തു കൊടുക്കുമായിരുന്നു എന്ന വ്യക്തമായ സൂചനയാണ് മന്ത്രി നൽകിയിരിക്കുന്നത്. പ്രശ്ന സാധ്യതയെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടും ഇവരാരും ഇടപെട്ടിട്ടില്ല എന്നും പൂര ദിവസം രാവിലെ മുതൽ എല്ലാം നിരീക്ഷിച്ചുകൊണ്ട് ADGP അജിത് കുമാർ തൃശൂരിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന മന്ത്രിയുടെ മൊഴി പൂരം കലക്കാൻ തയ്യാറായി തന്നെ ആരുടെയൊക്കെ നിർദ്ദേശപ്രകാരം വന്നത് എന്ന ഒരു സൂചനയും മന്ത്രി പറഞ്ഞു വെക്കുകയാണ്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് മോശം ഇടപെടലുണ്ടായെന്നും മന്ത്രി മൊഴി നൽകിയിരിക്കുന്നു. പൂരം നടത്തിപ്പിലെ വീഴ്ച അന്വേഷിക്കുന്ന DGP-യുടെ സംഘത്തിനാണ് മന്ത്രി സുപ്രധാനമായ ഈ മൊഴി നൽകിയിരിക്കുന്നത്. ഇത് ADGP-ക്കെതിരെ മാത്രമുള്ള മൊഴിയല്ല, ഇത് മുഖ്യമന്ത്രിയുടെ ചില നീക്കങ്ങൾക്ക് എതിരെയുള്ള മൊഴി കൂടിയാണ് മന്ത്രി നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനും DGP സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന ഉദ്യോഗസ്ഥനുമായ അജിത് കുമാറിനും തിരിച്ചടി നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് കൂടി നൽകിയ തിരിച്ചടിയാണ് CPI. ഔദ്യോഗിക നമ്പറിലും പേഴ്സണൽ നമ്പറിലും ബന്ധപ്പെടാൻ മാറി മാറി ശ്രമിച്ചിട്ടും പ്രതികരിച്ചില്ല എന്നാണ് മന്ത്രി മൊഴിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. പൂരം നടത്തിപ്പ് സുഗമമല്ല എന്ന് പിന്നീട് അറിയിച്ചിട്ടും അത് പരിഹരിക്കാനുള്ള ഇടപെടൽ ഒന്നും നടത്തിയിട്ടില്ല. ഇത് പോലീസ് സേനയുടെ വീഴ്ച മാത്രമല്ല, പോലീസ് സേനയെ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെയും ആഭ്യന്തരം ഭരിക്കുന്ന പിണറായി വിജയന്റെയും വീഴ്ചയാണ്. അതൊരു മന്ത്രിയാണ് തുറന്നു പറഞ്ഞിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് അജിത് കുമാറിന്റെ മൊഴി അടുത്ത ആഴ്ച അന്വേഷണ സംഘം രേഖപ്പെടുത്തും. അജിത് കുമാർ ഫോൺ എടുത്തില്ല എന്ന വിവരം നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണെന്നും അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെന്നും മന്ത്രി രാജൻ ഒരിക്കൽ കൂടി മൊഴി നൽകിയതോടെ മുഖ്യമന്ത്രിയും CPI-യും ഏറ്റുമുട്ടലിന്റെ പുതിയ പാതയിൽ തന്നെ എന്ന് വ്യക്തമാകുന്നു. കാരണം പൂരം കലക്കലിലൂടെ സുരേഷ് ഗോപി എന്ന BJP സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുത്ത CPM നഷ്ടപ്പെടുത്തിയതവിടെ CPI-യുടെ പ്രമുഖ നേതാവ് VS സുനിൽകുമാറിന്റെ അവസരം കൂടിയാണ്. മറ്റൊരു പൂരം കൂടി ഇങ്ങെത്തി നിൽക്കുമ്പോൾ ഒരു വിവാദവുമില്ലാതെ ഇത്തവണത്തെ പൂരം അതിഗംഭീരമായി നടത്തുമെന്നും മന്ത്രി രാജൻ പറഞ്ഞു വെക്കുന്നത് പൂരം കലക്കൽ പോരാട്ടം ഇനിയും തുടരും എന്നുള്ളതിന്റെ സൂചനയാണ്. അത് ADGP-ക്കെതിരെ മാത്രമല്ല, അദ്ദേഹത്തെ അയച്ചു എന്ന് എല്ലാവരും പറയുന്ന മുഖ്യമന്ത്രിക്കെതിരെയുമുള്ള ഒരു യുദ്ധമാണ്. സംഭവത്തിൽ അജിത് കുമാറിന്റെ മൊഴി കൂടി രേഖപ്പെടുത്തിയ ശേഷം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അജിത് കുമാർ സംശയത്തിന്റെ നിഴലിലേക്ക് ശക്തമായി തന്നെ കടന്നുവരും എന്ന കാര്യത്തിൽ സംശയമില്ല. മുഖ്യമന്ത്രിക്ക് കൂടി CPI നൽകിയ തിരിച്ചടിയാണ് ഇത്. ഏതായാലും ഒരു പൂരം കൂടി വന്നെത്തി നിൽക്കുമ്പോൾ കഴിഞ്ഞ വർഷം നടത്തിയ പൂരം കലക്കലും അതുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത CPM BJP ബന്ധവും ഒരിക്കൽ കൂടി ചർച്ചയാവുകയാണ്.